നമസ്കാരം. 2-3 മാസം കൂടി ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇപ്പോഴേ തമാശകൾ തുടങ്ങിയിട്ടുണ്ട്. പത്രങ്ങളിൽ അതൊക്കെയാണ് കാണുന്നത്. വായിക്കുമ്പോൾ രസം തോന്നുന്നുണ്ട്, കോമഡികൾ തോന്നുന്നുണ്ട്. നമുക്ക് കോമഡി, രാഷ്ട്രീയക്കാർക്ക് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. അതായത് SNDPയും NSSും കൈകോർക്കുന്നു. ഇപ്പം നെഞ്ചിടിക്കുന്ന ആരെയെന്ന് അറിയാമോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോൺഗ്രസ് നെഞ്ചിടിപ്പാണ്. അവിടെ ഒരു 3-4 പേര് മുഖ്യമന്ത്രിയാകാൻ നിൽക്കുന്നതെന്ന് തോന്നുന്നു. എന്നാണ് ജനസംസാരം. എൻ്റെ അഭിപ്രായമല്ല കേട്ടോ. സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാണ്. 3-4 പേരുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് പറഞ്ഞു. നമുക്കറിയില്ല, ഈ ജനസംസാരം കേട്ട് പറയുന്നതേ ഉള്ളൂ. ഒരാളാണല്ലോ VD സതീശൻ സാർ. അദ്ദേഹത്തിന് നല്ലൊരു പണി വരുന്നെന്നാണ് അറിവ്. SNDPയും NSSും അദ്ദേഹത്തിനെതിരായിട്ട് നിൽക്കുകയാണ്. പത്രത്തിൽ വായിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ സംസാര രീതിയാണ് കുഴപ്പം. ഇലക്ഷൻ വരുമ്പോൾ വോട്ടിന് വേണ്ടി ഇവരുടെ അടുത്തൊക്കെ ചെന്ന് സഹായം ചോദിക്കും. കാര്യം കഴിയുമ്പോൾ വീണ്ടും അവർക്കെതിരെ തിരിയും. അതാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ? അവരൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂറ് അവരോട് എപ്പോഴും കാണിക്കണ്ടേ? ഇലക്ഷൻ വരുമ്പോൾ മാത്രം മതിയോ അവരൊക്കെ? എനിക്ക് തോന്നി ഇപ്പം ഇവരുടെയൊക്കെ വിചാരം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇവർക്ക് അനുകൂലമായിട്ട് വന്നല്ലോ. അപ്പം ഇനി നിയമസഭയും അതുപോലെ ഇവർക്ക് അനുകൂലമായിട്ട് വരുമെന്നായിരിക്കും ഇവരുടെയൊക്കെ ചിന്താഗതി. അതായിരിക്കാം ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. അതങ്ങനെയൊന്നും ആവണമെന്നില്ല. ഈ 2 സമുദായങ്ങളും ഒന്ന് ചേർന്നാൽ അത് ഒരു ശക്തിയാണ്. അതെല്ലാവരും ഓർത്താൽ നന്ന്. ഇനിയിപ്പോൾ അദ്ദേഹം വിചാരിക്കുമായിരിക്കും ഇവരുടെ വോട്ടില്ലെങ്കിൽ ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്യും എന്നുള്ളത്. അങ്ങനെയൊന്നും നടക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണല്ലോ ഇവിടുത്തെ ഒരു പോക്ക്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാതിയില്ല, മതമില്ല, അതിനൊക്കെ എതിരാണെന്നൊക്കെ പറയും. ഏത് പാർട്ടിയും. ഇവിടെ ഇപ്പോൾ 3 രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ. എല്ലാവരും വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ജാതിയും മതമൊക്കെ പറയുന്നുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. അതൊക്കെ അണ്ടർഗ്രൗണ്ട് കളികളാണ്. പരസ്യമായി അവർ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞൊന്നും വോട്ട് പിടിക്കാറില്ല. രഹസ്യമായിട്ട് ചെന്ന് ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിക്കാറുണ്ട്. അതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമല്ലേ. കോൺഗ്രസ്സുകാർ വളരെ സൂക്ഷിക്കണം. കോൺഗ്രസ്സുകാരെന്ന് എല്ലാവരും പറയുന്നത്, എസ്പെഷ്യലി VD സതീശൻ. അദ്ദേഹത്തിൻ്റെ പോക്ക്, ഒരു സംസാര രീതിയാണ് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം. ചില കാര്യങ്ങൾ ഒരു ധാർഷ്ട്യ ഭാവം വരുന്നു. അതൊന്നും പാടില്ല. അവർക്ക് ഉറപ്പായിട്ട് ഭരണം കിട്ടും എന്നുള്ള ഒരു തോന്നൽ മുഖാന്തരം ഉണ്ടായ അഹങ്കാരമാണോ അത്? എന്തായാലും കൊള്ളാം. എന്തൊക്കെയോ കളികൾ എല്ലാവരും നടക്കുന്നു. CPM ആണെങ്കിൽ പറവൂർ ഏത് വിധത്തിലെങ്കിലും VD സതീശനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അവരുടേതായ പ്രവർത്തകർ. എല്ലാവരുടെയും ടാർഗറ്റ് അദ്ദേഹമാണെന്ന് തോന്നുന്നു. അതെന്താണെന്ന് അറിയില്ല. എല്ലാവരും അദ്ദേഹത്തെ ഫോക്കസ് ചെയ്യാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഒത്തിരി തമാശകൾ നമുക്ക് കാണാൻ പറ്റും. നോക്കാം എങ്ങനെയൊക്കെ ആവുമോ എന്തോ, കണ്ടറിയാം. കേരളം ഇനി ആര് ഭരിക്കുമെന്ന് ദൈവത്തിനറിയാം. ഇവർ എന്നെ തുടരുമോ, അതിന് കോൺഗ്രസ് വരുമോ, ഇതൊക്കെ ദൈവത്തിനറിയാം. നമുക്ക് നോക്കാം ഈ തമാശകൾ.